എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർക്കെ ചെസ് അക്കാദമിയുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ടാക്റ്റിക്കലായിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പൊസിഷൻ. ഞാനൊന്ന് പറയാം. വൈറ്റ് കിങ് ബെല്ല 6 ബോംബെ 6 പോൺ C7 ബ്ലാക്കിൻ്റെ കിങ് A1 ബ്ലാക്ക് റൂക്ക് D6 ഇതാണ് പൊസിഷൻ. ഈ ഒരു പൊസിഷൻ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വൈറ്റിനൊരു ക്ലിയർ പാസ്ഡ് പോൺ ഉണ്ട്. പാസ്ഡ് പോൺ കറൻ്റ്ലി ഉള്ളത് 7th റാങ്കിലാണ്. ഓൺലി 1 സ്ക്വയർ ആയിട്ട് കഴിഞ്ഞാൽ അത് പ്രൊമോട്ടിംഗ് സ്ക്വയറിലേക്ക് എത്തും. അപ്പോൾ ബ്ലാക്ക് വൈറ്റിന് ചെക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വൈറ്റിന് ചെക്ക് മൂവ് ചെയ്യൽ കമ്പൽസറി ആണല്ലോ, അല്ലാതെ C8 പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് ഈ കളി ഡ്രോ ആക്കുകയോ വൈറ്റിന് ഈ കളി ജയിക്കുകയോ, ഇതാണ് രണ്ടും ഇവിടെ ട്രൈ ചെയ്യേണ്ട കാര്യം. അപ്പോൾ വൈറ്റിനും ചിലപ്പോൾ വൈറ്റ് ഈ ഒരു കളി തോക്കാൻ പാടില്ല. വൈറ്റിന് ഡ്രോക്കോ അതുപോലെ വിന്നിനോ വേണ്ടി ശ്രമിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്തായിരിക്കും ഈ ഒരു പൊസിഷനിലെ സൊല്യൂഷൻ എന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പൊസിഷനിലെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കുറേ അധികം മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് കിങ് A7 അതുപോലെ തന്നെ കിങ് B7 ഈ രണ്ട് മൂവ്സും ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ കിങ് A7 കളിച്ച് കഴിഞ്ഞാൽ ഉടൻ വരും റൂക്ക് D7, ആ പോണിനെ പിൻ ചെയ്യും. അപ്പോൾ കിങ് B8 പോലത്തെ മൂവ്സ് കളിച്ചാൽ റൂക്ക് ഇൻറ്റു പോൺ, അപ്പോൾ കിങ് ഇൻറ്റു റൂക്കിന് ഗെയിം ഡ്രോ ആവും. കാരണം രണ്ട് കിങ് മാത്രം ബോർഡിൽ വരുമ്പോൾ അത് ഡ്രോ ആണല്ലോ. ഇനി കിങ് ടു B7 കളിച്ചാലും ഇതേ ലൈൻ തന്നെയാണ് വരിക. റൂക്ക് D7 കളിച്ച് പോണിനെ പിൻ ചെയ്യും. കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റുമ്പോൾ ആ റൂക്ക് കൊണ്ട് പോണിനെ ടേക്ക് ചെയ്തിട്ട് ഗെയിം ഡ്രോ ആക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ ബ്ലാക്കിന് 7th റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്ലാക്കിന് ഡ്രോ കിട്ടാൻ ഈസിയാണ്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് കിങ് A5 ആൻഡ് കിങ് C5 ആൻഡ് കിങ് B5. ഇത്രയും ഓപ്ഷൻസാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. കിങ് A5 B5 C5 ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ശരിക്കും ഇതിലൊരു മൂവ് തന്നെയാണ് കറക്റ്റ്. ഇവിടെ കിങ് C5 കളിച്ചത് എന്ത് സംഭവിക്കും നോക്കാം. കിങ് C5 കളിച്ചാൽ ബ്ലാക്ക് നെക്സ്റ്റ് റൂക്കിനെ താഴോട്ട് D1 D2 ആ ഒരു ഡയഗണലിൽ കൊണ്ടിടും. അപ്പോൾ ബ്ലാക്ക് ക്വീൻ ആക്കി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ റൂക്ക് C1 ചെക്ക് സ്ക്വയറിയാണ്. റൂക്ക് ചെക്ക് കിങ് മാറുമ്പോൾ റൂക്കിൻ്റെ ക്വീൻ. ഇനി ഈ ഒരു പൊസിഷൻ ബ്ലാക്ക് ഈസി ആയിട്ട് ജയിക്കും. അപ്പോൾ ഇനി കിങ് A5 കളിച്ചാലോ? കിങ് A5 കളിച്ചാൽ എന്താ, റൂക്ക് C6 ഇട്ടാൽ മതി. റൂക്ക് C6 ഇടുന്നതോടുകൂടി ഇനി ആ പോണിനെ പിടിക്കാനും പറ്റും. ഈ ഒരു കളി ബ്ലാക്കിന് ഈസി ആയിട്ട് ജയിക്കാനും പറ്റും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഈസ് റൂക്ക് കിങ് ടു B5. ഇതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഇവിടെ ബ്ലാക്കിൻ്റെ ഓപ്ഷൻസ് ബ്ലാക്ക് റൂക്ക് D5 കളിച്ച് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ കിങ് B6 പോയാൽ വീണ്ടും ഇതേ ലൈൻ ആവർത്തിച്ച് അവസാനം ഡ്രോയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ കിങ് B5 റൂക്ക് D5 ചെക്ക്. ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമുക്ക് ഈ C5 വരാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ വീണ്ടും കിങ്ങിനെ B4 കളിക്കുന്നു. റൂക്ക് D4 ചെക്ക്. കിങ് B3 റൂക്ക് D3 ചെക്ക്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കിങ് C2. ഇവിടെ ബ്ലാക്കിന് താഴെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇവിടെ ബ്ലാക്കിനൊരു ടാക്റ്റിക് ഉണ്ട്. ബ്ലാക്ക് കളിക്കുന്നു റൂക്ക് D4 കളിക്കുന്നതിന് ഐഡിയ, ഉടൻ തന്നെ ചാടിക്കയറി ക്വീനിനെ പ്രൊമോട്ട് ചെയ്താൽ ഉടൻ വരുന്നു റൂക്ക് ടു C4 ചെക്ക്. ഇതൊരു ഡബിൾ അറ്റാക്കാണ്, ചെക്കുമാണ്, ക്വീനെതിരെ അറ്റാക്കുമാണ്. ബ്ലാക്ക് ക്വീൻ ഇൻറ്റു C4 എടുത്താൽ ഗെയിം സ്റ്റെയിൽമേറ്റായി. ബ്ലാക്കിന് വേറെ മൂവ്സ് ഒന്നുമില്ല, നിലവിൽ ചെക്കുമാണ്. അപ്പോൾ വൈറ്റിന് ഇവിടെ കളിക്കാൻ പറ്റുന്ന ലൈൻ ഒന്നുകൂടി പറയുന്നു. കിങ് B4 റൂക്ക് D4 ചെക്ക്. കിങ് B3 റൂക്ക് D3 ചെക്ക്. കിങ് C2 റൂക്ക് D4 ചെക്കിന് ബ്ലാക്ക് റൂക്ക് D4 കളിച്ചപ്പോൾ വൈറ്റ് റൂക്കായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി റൂക്ക് C4 ചെക്ക് ഉണ്ടോ? ഇല്ല, കാരണം റൂക്കിന് ബ്ലാക്കിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം ബ്ലാക്കിന് ഡ്രോ ആക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ജയിക്കാനോ പറ്റും. എങ്ങനെയുണ്ട് ഈ ഒരു പൊസിഷൻ? വളരെ ടാക്റ്റിക്കലായിട്ടുള്ളൊരു പൊസിഷനായിരുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതും അറിയിക്കുക. നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.